വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ജി എസ് ടിയുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഷെഡ്യൂൾസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഷെഡ്യൂൾ 1 എന്താണെന്ന് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഷെഡ്യൂൾ 2 ആണ്. ദാറ്റ് മീൻസ് ചില സർക്കംസ്റ്റാൻസസ് വരുമ്പം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഏതാ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്പെഷ്യലി ഓരോ സിറ്റുവേഷൻ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് അതിനകത്ത് കയറി വന്നൊരു വേർഡാണ് ദ വേർഡ് കോമ്പോസിറ്റ് സപ്ലൈ. ഓക്കെ, ദ കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ. സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ എന്താണ്. രണ്ടിനകത്തും പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ സപ്ലൈസ് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഈവൻ ഇഫ് അത് ഗുഡ്സോ സർവീസോ ആയിക്കോട്ടെ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ സപ്ലൈസ് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ കോമ്പോസിറ്റ് സപ്ലൈ ഓർ മിക്സഡ് സപ്ലൈ എന്ന് പറയും. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഒന്നിൽ കൂടുതൽ സപ്ലൈസ് നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ എടുത്തു പറയുന്നു, ആ സപ്ലൈ ഇൻക്ലൂഡ് ഗുഡ്സ് ഓർ സർവീസസ്. സോ ഒന്നിൽ കൂടുതൽ സപ്ലൈസ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. അതായത് കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്നും മിക്സഡ് സപ്ലൈസ് എന്താണെന്നും. കേട്ടോ, ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പം നമ്മളൊരു ഗുഡ്സും ഒരു സർവീസും അതായത് കോമ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. രണ്ടോ മൂന്നോ ഗുഡ്സ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഈ കോമ്പോസിറ്റിനകത്ത് കയറി വരുന്ന അല്ലെങ്കിൽ ഈ മിക്സറിനകത്ത് കയറി വരുന്ന ഈ ഗുഡ്സിന് എല്ലാത്തിനും ഡിഫറെൻറ്റ് ടാക്സ് റേറ്റുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് GST പ്രകാരം ചിലതിന് 18% അല്ലെങ്കിൽ ചിലതിന് 9% അല്ലെങ്കിൽ ചിലതിന് 6% ആണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏത് റേറ്റിന് അടിസ്ഥാനപ്പെടുത്തി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. മനസ്സിലായി? ഒരു 2-3 സിറ്റുവേഷൻ പറയാം. നമ്മൾ ട്രെയിനിൽ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മീൽസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തു. സോ ഇവിടെ നോക്കി, ഇത് ഈ പറയുന്ന പോലെ കോമ്പോസിറ്റ് ഓർ മിക്സഡ് സപ്ലൈ ആയിട്ട് കാറ്റഗറിയിൽ കയറി വരുന്നത്. കാരണം എന്താ? ഇവിടെ രണ്ട് സപ്ലൈസ് ആണ് അറ്റ് എ ടൈം നടക്കണേ. നമ്മൾ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ മീൽസും കൂടെ കിട്ടണേ. മനസ്സിലായോ? സോ ഇവിടെ ട്രെയിനിൻ്റെ ടിക്കറ്റിന് ഒരു GST റേറ്റും അതിനകത്ത് കിട്ടുന്ന ഫുഡിന് വേറൊരു GST റേറ്റും ആണെന്ന് വിചാരിക്കുക. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല ബില്ല് ചെയ്യണേ, രണ്ടും കൂടെ സിംഗിൾ ആയിട്ടാണ് ബില്ല് ചെയ്യണേ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇതിനകത്ത് ഏത് റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായോ? പിന്നെ ഈ പറഞ്ഞതുപോലെ കോംബോ പാക്ക് ആയിട്ട് നമ്മൾ ഒരു കാര്യം വാങ്ങിക്കണം. നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി ചെന്നപ്പോൾ ഷർട്ട്, വാച്ച്, ബെൽറ്റ്, ഷൂസ് ഇതെല്ലാം കൂടെ നമുക്കൊരു കോംബോ പാക്ക് ആയിട്ടാണ് അവർ തരണേ. ആ കോംബോ പാക്കിൻ്റെ മുകളിൽ അവർ ഒരു വില ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ പ്രൈസ് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കണേ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ഷർട്ടിന് ഒരു GST റേറ്റ്, നമ്മുടെ ആ കോംബോ പാക്കിൽ കിട്ടിയിരിക്കുന്ന ഷൂസിന് വേറൊരു GST റേറ്റ്, ഇങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് GST റേറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ 4 ബില്ലല്ല കൊടുക്കണേ, നമ്മൾ 4നും കൂടെ ചേർത്ത് ഒരു കോംബോ ബില്ലാണ് കൊടുക്കണേ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഏത് ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആവും? മനസ്സിലായി? സോ ഇപ്പോൾ പറഞ്ഞത് രണ്ടാ. ആദ്യം അല്ലെങ്കിൽ ഈ 2 എക്സാമ്പിൾസിനകത്ത് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്ന് പറഞ്ഞു, മിക്സഡ് സപ്ലൈ എന്താണെന്ന് പറഞ്ഞു. സിറ്റുവേഷൻ മനസ്സിലായി? ഒരിക്കൽ കൂടെ പറയാം. ആദ്യത്തെ പറഞ്ഞ കേസിനകത്ത് ദാറ്റ് മീൻസ് ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് മീൽസ് കഴിക്കുന്ന കേസിനകത്ത് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, പക്ഷേ രണ്ടാമത്തെ സിറ്റുവേഷൻസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ കോംബോ പാക്കിനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഓക്കെ, കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈസ്. ഓക്കെ, ദ കോമ്പോസിറ്റ് സപ്ലൈ ഈസ് വെൻ 2 or more goods are sold in a combination. It becomes difficult to identify the rate of tax to be levied for such goods or services under CGST Act 2017 has provided with the 2 terms. The first one is called the composite supply and the second one is called mixed supply. Okay, that means ഒന്നിൽ കൂടുതൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസുകളോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഏതൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മിക്സഡ് സപ്ലൈ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് എന്താണെന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മൾ ഡിഫറെൻ്റ് എന്ന് അറിയണ്ടേ? നോക്കാം. Composite supply consists of 2 or more goods or services which is naturally supplied with each other in the ordinary course of business, and one of them is a principal supply. The items cannot be supplied separately. മനസ്സിലായി? അതായത് ഒന്നിൽ കൂടുതൽ സപ്ലൈകൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ അതിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല. സിറ്റുവേഷൻ മനസ്സിലായി? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്.
സോ 3 കണ്ടീഷൻ, ഒന്നിൽ കൂടുതൽ സപ്ലൈസ് ഉണ്ടായിരിക്കണം, അതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കണം മെയിൻ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, ഇതിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ ആ ട്രെയിനിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നു അല്ലേ, അവിടെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റിന്റെ ചാർജിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫുഡും കൂടെ ഉണ്ട്. ഓക്കെ, അതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അവിടെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്നത് തന്നെയാണ്. സിറ്റുവേഷൻ മനസ്സിലായി? സോ അതുകൊണ്ട് നമുക്ക് അതിനെ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി okay, the principal supply means the supply of goods or services which constitute the predominant element of the composite supply and to which another supply is auxiliary or secondary. Okay, and the next one, the following 2 conditions are necessary for the composite supply. എന്തൊക്കെയാണ്? okay, supply of 2 or more goods or services together and it should be the naturally bundled and they cannot be separated. So composite supply ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു എന്താ പറയാ, ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടാവും, അതിന്റെ കൂടെ ആക്സിലറി ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടാണ് നമുക്ക് അടുത്തൊരു സപ്ലൈ ആയിട്ട് കയറി വരുന്നത്. നോക്കാം എക്സാമ്പിൾസ് നോക്കി. ബുക്കിംഗ് എയർ ടിക്കറ്റ് വിച്ച് ഇൻവോൾവ്സ് കോസ്റ്റ് ഓഫ് ദ മീൽ ടു ബി പ്രൊവൈഡഡ് ഡ്യൂറിംഗ് ദ ട്രാവൽ വിൽ ബി ദ കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് ദ ടാക്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ പ്രിൻസിപ്പൽ സപ്ലൈ വിച്ച് ഇൻ ദ കേസ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചർ ത്രൂ ഫ്ലൈറ്റ്. മനസ്സിലായി? സോ കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ ആ കോമ്പോസിറ്റ് സപ്ലൈക്കകത്തുള്ള പ്രിൻസിപ്പൽ എലമെന്റ് ഏതാണോ ആ റേറ്റിനനുസരിച്ചിട്ടായിരിക്കും ഏതിനും കൂടെ ടാക്സ് കൊടുക്കേണ്ടി വരണേ, സെക്കൻഡറിക്കും കൂടെ ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ? സോ ഒന്നിൽ കൂടുതൽ സപ്ലൈസ് ചെയ്യുകയാണെങ്കിൽ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ആദ്യത്തേനാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞത്. കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടാവും, അതിന്റെ കൂടെ കയറി വരുന്ന ഒരു സെക്കൻഡറി ഉണ്ടാവും. സോ ഇവിടെ പറയുന്നത് ആ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് റേറ്റ് എത്രയാണോ അതായിരിക്കും അതിന്റെ ബിൽ. ദാറ്റ് മീൻസ് ആ സെക്കൻഡറിക്കും കൂടെ ഏതിന്റെ ടാക്സ് റേറ്റ് തന്നെ അപ്ലിക്കബിൾ ആയിട്ട് കയറി വരും, ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പൽ ടാക്സ് റേറ്റ് തന്നെ അപ്ലിക്കബിൾ ആയിട്ട് കയറി വരും. മനസ്സിലായോ? ഇനി നോക്കി എക്സാമ്പിൾ നമ്പർ 89. P Limited entered into a contract with Z Limited for supply of goods, where goods are packed and transported with insurance. The supply of goods, packing materials, transport and insurance is a composite supply. അല്ലേ, നമ്മളൊരു ഗുഡ്സ് വേണമെന്ന് പറഞ്ഞു, സോ അവർ ഗുഡ്സ് അയക്കുകയാണ്, ആ ഗുഡ്സ് അയക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിനെ പാക്ക് ചെയ്യുന്നു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളോട് എത്തുന്നു, ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഇൻഷുർ ചെയ്യുന്നു. സോ ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഈസ് ദ പ്രിൻസിപ്പൽ സപ്ലൈ. സോ ഇവിടെ ഏതൊക്കെ കയറി വരും? ഗുഡ്സ് വരും, പാക്കിംഗ് മെറ്റീരിയൽസ് വരും, ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തുകൊണ്ട് വരുന്ന ഇൻഷുറൻസും വരും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആ പറഞ്ഞിരിക്കുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും അല്ലേ. അടുത്തത്, എ 5-star hotel provide 4 days and 3 night package with breakfast. This is a composite supply as a package of accommodation facility and breakfast is a natural combination in the ordinary course of business for a hotel. In such a case, the hotel accommodation is the principal supply and the breakfast is ancillary to the accommodation. അല്ലെ, ഹോട്ടലിലെ സപ്ലൈ ആണ്, ഹോട്ടലിലെ താമസമാണ് അവിടെ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് പറഞ്ഞത്. അതിനൊരു ആക്സിലറി അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സബ്സിഡറി ആയിട്ടാണ് ഏത് കയറി പറഞ്ഞത്? ആ ബ്രേക്ക്ഫാസ്റ്റ് കയറി വരും. ഇനി നോക്കി, ദ ഹോട്ടൽ അക്കോമഡേഷൻ അട്രാക്ട് 18% ടാക്സ് ആൻഡ് ദ റെസ്റ്റോറന്റ് സർവീസ് അട്രാക്ട് 28% ടാക്സ്. അതായത് താമസത്തിന് 18ഉം അവിടെ കഴിക്കുന്ന ഫുഡിന് 28% ടാക്സ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും ആസ് പെർ ദ എക്സാമ്പിൾ ദ ഹോട്ടൽ അക്കോമഡേഷൻ ഇസ് ദ പ്രിൻസിപ്പൽ സപ്ലൈ ആൻഡ് ദ എൻറ്റയർ സപ്ലൈ വിൽ ബി ടാക്സ് അറ്റ് 18%. മനസ്സിലായോ? സോ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ മിക്സഡ് സപ്ലൈയും കൂടെ പറയണം. സോ കോമ്പോസിറ്റ് സപ്ലൈക്കകത്ത് നമ്മളോട് പറയുന്നത് ആ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ ഓക്കെ ആ റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഏതിനും കൂടെ ആ സെക്കൻഡറി ആയിട്ട് കൊടുക്കുന്നതിനും കൂടെ ആ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടാക്സ് കൊടുക്കുന്നത്. അടുത്തത്, Ravi, being a dealer in laptop, sold a laptop bag along with the laptop to a customer for rupees 55,000. ലാപ്ടോപ്പിന്റെ കൂടെ ലാപ്ടോപ്പിന്റെ ബാഗും കൂടെ സെയിൽ ചെയ്യണം. സോ അവിടെ പ്രൈമറി ഏതായിരിക്കും? തീർച്ചയായിട്ടും ലാപ്ടോപ്പിന്റെ സെയിൽ തന്നെ ആയിരിക്കും അല്ലെ. CGST and STST for laptop is 18% and for laptop bag 28%. ലാപ്ടോപ്പിന് 18%, ലാപ്ടോപ്പ് ബാഗിന് 28%. സോ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് സെയിൽ ചെയ്യുന്നത് തന്നെയാണ് ആണോ. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ടോട്ടൽ എമൗണ്ടിനെ ഇൻക്ലൂഡിംഗ് 55,000 നമുക്ക് ഏത് റേറ്റിനകത്ത് ടാക്സ് കൊടുക്കാം? ഈ പറഞ്ഞ 18% ടാക്സ് കൊടുക്കാം. ഓക്കെ, ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അടുത്തത് കണ്ടോ, മിക്സഡ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ മനസ്സിലായാൽ എളുപ്പമായിട്ട് നമുക്ക് മിക്സഡ് സപ്ലൈനെ കുറിച്ച് പറയാം. അണ്ടർ മിക്സഡ് സപ്ലൈ ഈ പറയുന്നത് പോലെ ഒന്നിൽ കൂടുതൽ ഗുഡ്സോ സർവീസുകളോ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ആ പ്രൊവൈഡ് ചെയ്ത ഒന്നിനകത്തും ഒരു ഡോമിനന്റ് പൊസിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ആണെന്ന് പറയാനില്ല. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്.
മനസ്സിലായി? സോ ഇങ്ങനെ കയറി വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് സപ്ലൈ എന്ന് പറയണേ. ആ മിക്സഡ് സപ്ലൈ ആവുമ്പോൾ ആ മിക്സഡ് സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോ സെപ്പറേറ്റിന്റെ ടാക്സ് റേറ്റ് എടുക്കുക, അതിനകത്ത് വരുന്ന ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഏതാണോ അത് എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഒരു കോംബോ പാക്ക് ആയിട്ട് നമുക്ക് ഷർട്ട്, പാൻറ്, ബെൽറ്റ്, ഷൂസ്, ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു കോംബോ പാക്ക് ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, ഈ കോംബോ പാക്കിനകത്ത് ഷർട്ടിനും പാൻറ്റിനും ഷൂസിനും ബെൽറ്റിനും 4നും 4 GST റേറ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നോക്കിയേ, ഈ 4എണ്ണത്തിനകത്തും ഏതാണ് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് നമുക്ക് പറയാനില്ല. വേണമെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇതിനെ മിക്സഡ് സപ്ലൈ ആയിട്ട് പറയണേ. അണ്ടർ മിക്സഡ് സപ്ലൈ ഈ പറഞ്ഞിരിക്കുന്ന 4 സപ്ലൈസ് അല്ലെങ്കിൽ 4 ടാക്സ് റേറ്റിനകത്ത് ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഏതാണോ അതെല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് കേട്ടോ. സോ ഓർത്തിരിക്കേണ്ടത്, പഠിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അണ്ടർ കോമ്പോസിറ്റ് സപ്ലൈ ആ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് റേറ്റ് എത്രയാണോ അത് സബ്സിഡറിക്കും കൂടെ ബാധകമാണ്. പക്ഷേ അണ്ടർ മിക്സഡ് സപ്ലൈ അങ്ങനെ പ്രിൻസിപ്പൽന്നോ സബ്സിഡറിയോ ഒന്നുമില്ല. ആ കോമ്പിനേഷനകത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് വരുന്നത് ഏതാണോ ഓക്കെ അത് ബാക്കി എല്ലാവർക്കും ബാധകമാണ്. നോക്കാം. ഓക്കെ, in mixed supply 2 or more individual supplies combination of goods or services with each other for a single price. Each of these items can be supplied separately and is not dependent on each other. Okay, കണ്ടോ, ഒന്ന് മറ്റൊന്നുമായിട്ട് യാതൊരു വിധ ഡിപ്പെൻഡും ഇല്ല. And in other words, the combination of goods or services are not bundled due to the natural necessities and they can be supplied individually in the ordinary course of business. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിവിജ്വലിയും കൂടെ കൊടുക്കാം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഫോർ ടാക്സ് ലയബിലിറ്റി പർപ്പസ് മിക്സഡ് സപ്ലൈ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more supplies shall be treated as a supply of that item which has the highest tax rate. അതായത് ആ കോംബോ അല്ലെങ്കിൽ ആ കോംബോയ്ക്കകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഏതാണോ അത് ആ കോംബോ പാക്കിനകത്തുള്ള എല്ലാത്തിനും ബാധകമാണ്. മനസ്സിലായി? നോക്കിയേ, ദീപാവലി ഗിഫ്റ്റ് ഹാമ്പർ which consists of different items like sweet, chocolate, cakes, dry fruits packed in one pack is mixed supply. അതായത് ദീപാവലി സ്വീറ്റ്സുമായിട്ട് ചോക്ലേറ്റ്സും കേക്കും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒരു സിംഗിൾ പാക്കിലാണ് കൊടുക്കണേ. അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അവിടെ ഒന്ന് വേറൊന്നിനേക്കാൾ ഒരു 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 ഡോമിനന്റ് പൊസിഷൻ ഉണ്ടെന്ന് പറയാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് മിക്സഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി അതിനകത്ത് ഹയസ്റ്റ് ടാക്സ് റേറ്റ് വരുന്നത് ഏതാണോ അത് ആ പറയുന്ന ടോട്ടൽ എല്ലാത്തിനും ബാധകമാണ്, ഒരു സിംഗിൾ ബില്ലാണെങ്കിൽ. മനസ്സിലായി? ആൻഡ് Ex Limited dealer for a combo packs of shirt, watch, wallet, book and they are bundled as a kit. And this kit supplied for a single price and supply of one item does not naturally necessitate the supply of other element. Okay, hence the supply is mixed supply. Okay, the tax rate for shirt, watch, wallet and the books are 12, 18, 5 and nil respectively. 4 ടാക്സ് റേറ്റാ. ഏതൊക്കെയാ? 12% ഉണ്ട്, 18 ഉണ്ട്, 5 ഉണ്ട്, നിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ടാക്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മിക്സഡ് സപ്ലൈ ആയതുകൊണ്ട് അതിനകത്ത് കയറി വരുന്ന ഹയസ്റ്റ് എത്രയായിരുന്നു? 18 ആണ്. സോ 18% നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. The next one, Mr. A booked a Rajdhani train ticket which includes a meal. Is it a composite supply or mixed supply? ആലോചിച്ച് നോക്കി, ഇത് കോമ്പോസിറ്റ് സപ്ലൈ ആണോ മിക്സഡ് സപ്ലൈ ആണോ? നമ്മൾ നേരത്തെ എയറോപ്ലെയിൻ്റെ അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ആ എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആണ് അല്ലേ? നമ്മളൊരു ട്രെയിനിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മീൽസും കൂടെ നമ്മൾ ചേർത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗിൾ ബില്ല് എടുക്കുന്നു. അവിടെ ഒരു ഡോമിനന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രെയിനിന്റെ ടിക്കറ്റിന് തന്നെയാണ്. ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കി, സ്പേസ് ബസാസ് ഓഫേഴ്സ് എ ഫ്രീ ബക്കറ്റ് വിത്ത് ഡിറ്റർജന്റ് പർച്ചേസ്ഡ്. Is it composite supply or mixed supply? Assume the rate of GST for the detergent 28% and bucket 18%. മനസ്സിലായി? അതായത് ഡിറ്റർജന്റ് വാങ്ങിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ബക്കറ്റും കൂടെ കൊടുക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ അത് കൊടുക്കണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. സോ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? മിക്സഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് അതുകൊണ്ട് തന്നെ വിച്ച് ഇസ് ഹയസ്റ്റ് റേറ്റ് വിൽ അപ്ലൈ ഫോർ ദ ഹോൾ മിക്സഡ് ബണ്ടിൽ. അതായത് എത്ര ഹയസ്റ്റ് റേറ്റ് എത്ര വരും? 28% ഹയസ്റ്റ് റേറ്റ് വരും. മനസ്സിലായി? സോ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ബണ്ടിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നതിനകത്ത് 2 കാര്യങ്ങളാണ് കയറി പറഞ്ഞേ. ഒന്നിനെ കോമ്പോസിറ്റ് സപ്ലൈ എന്നും പറയാം, ഒന്നിനെ മിക്സഡ് സപ്ലൈ എന്നും പറയാം. രണ്ട് തമ്മിലുള്ള ഡിഫറൻസുകൾ മാത്രം പറഞ്ഞേ. രണ്ടിനകത്തും പറയുന്ന കാര്യങ്ങൾ സെയിമോ. ഒന്നിൽ കൂടുതൽ സപ്ലൈസ് നമ്മൾ ഒറ്റ സിംഗിൾ ടൈമിനകത്ത് ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യത്തേനകത്ത് ഒരു പ്രിൻസിപ്പിളും ഉണ്ടാവും, അതുമായിട്ട് കയറി വരുന്ന ആക്സിലറീസ് അല്ലെങ്കിൽ സബ്സിഡറീസും ഉണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ പ്രിൻസിപ്പളിന്റെ ടാക്സ് റേറ്റ് എത്രയാണോ അത് ഈ പറയുന്ന സബ്സിഡറിക്കും കൂടെ ബാധകമാണ്. രണ്ടാമത്തെ കേസിനകത്ത് അങ്ങനെ നമുക്ക് ഒന്നിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിനൊരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു ഡോമിനന്റ് പൊസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനകത്തുള്ള ഹയസ്റ്റ് റേറ്റ് ഏതാണോ അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിരിക്കും.
മനസ്സിലായല്ലോ? അതൊന്ന് വായിക്കുക, പ്രോബ്ലംസ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.